ഹലോ ഗൈസ്, അപ്പോൾ ഇതേണ്ടി പുലർച്ചെ 3 മണിയാണ് കേട്ടോ. സത്യം പറയാന്നുണ്ടെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2:45 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചിയും പിള്ളേർക്ക് എണീറ്റ് ഇതേണ്ടി കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേണ്ടി വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് ഗണപതി ഹോമത്തിനുള്ള സാധനമൊക്കെ ഹാളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കായിരുന്നു കേട്ടോ ഹോമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി ആയതുകൊണ്ട് തന്നെ മമ്മി വല്യച്ഛനൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ അത് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു 4:30 അങ്ങനെ ആയപ്പോഴാണ് കേട്ടോ അവർ എത്തിയത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലത്തിലത്തെ നമ്പൂതിരിയുടെ മകനായിരുന്നു കേട്ടോ വന്നത്. അങ്ങനെ അവർ വന്നതേണ്ട ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിന്നത്. കാരണം 4 മണിക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഒരു 6 മണീൻ്റെ മുന്നേ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് തുടങ്ങാൻ ലേറ്റ് ആയപ്പോൾ നമ്മൾ വേഗം പോയി ഇതിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ നേരം വെളുത്തിട്ടാണ് പരിപാടി കഴിയുന്നതെങ്കിൽ നമുക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുമ്പോൾ എന്താ പറയുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർ സ്വീകരിക്കലും അതിനിടയ്ക്ക് നമ്മൾ ഒരുക്കവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനിടയിൽ നമ്മൾ എല്ലാവരും പോയി ഇതിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. സെറ്റ് സാരിയാണ് കേട്ടോ എല്ലാവരും പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് പണിയൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പം തന്നെ കയറിയത് എന്നൊക്കെ. അപ്പോൾ എൻ്റെ വീട് മുന്നേ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മളാണെങ്കിൽ വീടിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ഷീറ്റൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് സെറ്റപ്പിലായിരുന്നു കേട്ടോ. എന്താ പറയുക, അങ്ങനെ ഒരു കുഞ്ഞ് സെറ്റപ്പിലായിരുന്നു നിന്നത്. അപ്പോൾ മഴയ്ക്ക് പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊരു വർഷം 1.5-2 വർഷമൊക്കെ അങ്ങനെ പിടിച്ച് നിന്നതാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പാകത്തിനുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ, ഇനി ബാക്കി പണിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കയറിയതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞ് സെറ്റപ്പിൻ്റെ ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ വേസ്റ്റ് കൂടിയും കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പൊളിക്കൽ നിർബന്ധമാണ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ കുറച്ച് പണി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിച്ചാലും പരിപാടിയൊക്കെ നടന്നോളും. അങ്ങനെ തന്നെ ലാസ്റ്റ് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേണ്ട എല്ലാവർക്കും പ്രസാദം കൊടുക്കാം കേട്ടോ. ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കെങ്കിലുമൊക്കെ എന്നെ പോലെ ഇങ്ങനത്തെ പ്രാന്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേണ്ട വീട്ടിൻ്റെ ഉള്ളിൽ വലം വെച്ച് കയറുമല്ലോ. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും. ചില ആൾക്കാർ പുതിയ എല്ലാ സാധനങ്ങളും ഫർണിച്ചറൊക്കെ ഈ ഗണപതി ഹോമത്തിന് ശേഷമായിരിക്കും കയറ്റുക. ചില ആൾക്കാർ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് ഗണപതി ഹോമം നടത്തുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പണി ഫുള്ള് കഴിയാത്തത് കൊണ്ട് പുതിയ ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും കയറ്റുന്നില്ല. നമ്മൾ പഴയ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ പച്ചക്കറിയും നിലവിളക്ക് കിണ്ടി അങ്ങനത്തതൊക്കെ കൊണ്ട് വീട് ചുറ്റിയിട്ടാണ് കേട്ടോ കയറാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതേണ്ട പാല് കാച്ചാനുള്ള പാല് കൊണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ് കേട്ടോ. 9 മണിക്കാണ് മുഹൂർത്തം പറഞ്ഞത്. അതുകൊണ്ട് ആൾക്കാർ ആ ഒരു ടൈമിലേ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മളെല്ലാവരും ഇതേണ്ട പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ ചുമ്മാ കത്തി അടിച്ച് അങ്ങനെ കോലായിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഗണപതി ഹോമത്തിൻ്റെ അവിടുന്ന് കനലെടുത്തിട്ട് വേണം കേട്ടോ അടുപ്പിലിടാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ തന്നെ ഇത് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ നാട്ടിലും ഓരോരോ വിധത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ചിലർ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ തോന്നായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ തന്നെ പല രീതിയിലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതേണ്ട നിലവിളക്കും കിണ്ടിയും പിന്നെ ഒരു മുറത്തിൽ എന്താ പറയുക പച്ചക്കറികളും പൈസ പിന്നെന്താ പൊടികൾ ഉപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടാണ് നമ്മൾ കയറുന്നത്. 3 പ്രാവശ്യം വലം വെച്ചിട്ടാണ് ചിലർ കയറുക. നമ്മൾ ഒരു തവണ മാത്രമേ കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു തവണ മാത്രമേ നമ്മൾ വീട് ചുറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുന്നിൽ നടക്കുന്നത് അമ്മമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ അങ്ങനെ വിളക്കെടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ കിണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ആ മുറത്തിൽ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചികളും അമ്മയും മേമ്മമാരും മമ്മികളൊക്കെ ബാക്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റ് കെട്ടിയ സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിന്നത്. ഇങ്ങനൊരു വ്യൂ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാണിച്ചിട്ടില്ല. ഞാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിതേണ്ടേ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിള്ളേരൊക്കെ ബേക്കിൽ അങ്ങനെ നിരന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഓരോ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കോഴിക്കോട് ഏരിയയിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ. വളരെ എന്താ പറയുക കോഴിക്കോട് ഭാഗത്തുള്ളതും ഇപ്പോൾ ഇവിടെ നടക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും. അപ്പോൾ നമ്മളിതേണ്ട ഒരു പ്രാവശ്യം വല വെച്ച് കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ അങ്ങനെ കയറുന്നുണ്ട്. ഈ വിളക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ കൊണ്ടുപോവുക. അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ ഗണപതി ഹോമത്തിൻ്റെ അവിടുന്ന് എന്താ പറയുക കനലെടുത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് പിന്നെ എന്താ ചെയ്യുക നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ട് കർപ്പൂരം വെച്ച് അടുപ്പ് കത്തിക്കുക. പിന്നെന്താ പ്ലാവിൻ്റെ വിറകൊക്കെ വെച്ചിട്ട്. അതൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ. ഞാൻ അതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ബോറടിക്കായിരിക്കും.
അപ്പോൾ അത് അമ്മമ്മ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ ആ പച്ചക്കറി കൊട്ട എല്ലാം പാടെ ആ സ്റ്റാൻഡിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയാണ് കേട്ടോ പാല് കാച്ചുന്നത്, വിറകൊക്കെ അടുപ്പ് കത്തിക്കണതൊക്കെ അമ്മയാണ്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൺകലാണ് കേട്ടോ വാങ്ങിയത്. മൺകലം ചൂടാവാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ടാണ് കേട്ടോ ഇത് ചൂടായെന്ന് പൊന്തിയത്. മാത്രമല്ല ഈ പാല് നമ്മൾ നോക്കി നിന്നാൽ തിളക്കില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പൊന്തി വന്നത്. നമ്മുടെ ഇത് ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ മറിഞ്ഞത്. അപ്പോൾ ഇവിടെ അത് അങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ചിലരത് നല്ലത് എല്ലാ സൈഡിലേക്കും പൊന്തി വന്ന് മറിയും. അപ്പോൾ ഇതേണ്ട എല്ലാവരും അതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഇളക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വന്നവരെല്ലാവരും ഇളക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നാണ് ഒരിത്. അപ്പോൾ ഇതേണ്ട എല്ലാവരും ഇളക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും അമ്മമ്മയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ പാല് കാച്ചൽ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഒരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം അതുപോലെ നിറവേറി. ഇത് നമ്മുടെ അമ്മണിയാണ് കേട്ടോ. അമ്മ ജോലിക്ക് പോകണ വീട്ടിലത്തെ അവരുടെ മകളാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം രാവിലത്തെ ചായക്ക് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോയമ്പുള്ളതുകൊണ്ട് സ്വാമിമാർക്കൊക്കെ ഭക്ഷണം ഇവിടുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.